ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥിയുടെ പിതാവ്, ഒപ്പം ജാസ്മിൻ ഷാ UNAയുടെ പ്രതിനിധിയാണ്. അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷൻ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അത് രക്ഷിതാക്കളിലേക്ക് പോവുകയാണ്. ശ്രീ ലക്ഷ്മണ പെരുമാൾ, ഈ സംഭവം രക്ഷിതാക്കളുടെ ഒരു മനധൈര്യത്താൽ, നിങ്ങളുടെ നിർണായകമായൊരു ഇടപെടൽ കൊണ്ടാണ് ഈ കൊടും ക്രിമിനലുകളെ ഇന്ന് അഴിക്കുള്ളിലേക്കാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊടിയ പീഡനമാണ് ഏറ്റത്. പറയാൻ നാവ് ചലിക്കില്ല. അത്രമേൽ അങ്ങേയറ്റത്തെ ക്രൂരത. മകനേറ്റ അല്ലെങ്കിൽ മകൻ്റെ ഭാഗത്ത് നിന്നും അച്ഛനെന്ന നിലയിൽ ചോദിക്കുമ്പോഴൊക്കെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അധ്യയനം തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ല. നവംബർ മാസമാണ് അധ്യയനം തുടങ്ങിയത്. അന്ന് മുതൽ ഈ 5 പേരെ കുറിച്ച് പരാതികൾ ഉണ്ടായിരുന്നു. ഇവരുടെ രീതി എന്തായിരുന്നു? ഇവരെങ്ങനെയായിരുന്നു ഈ ആക്രമണം അയച്ചുവിട്ടത്? ശ്രീ ലക്ഷ്മണ പെരുമാൾ. കട്ടായി പോകുള്ളൂ, റേഞ്ച് ഇല്ലല്ലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട് ശ്രീ ലക്ഷ്മണൻ. മകൻ എന്തൊക്കെയാണ് പറഞ്ഞത്? മകനോട് കേൾക്കാം. മകനെ ഇല്ല, ഇന്നലെ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് തള്ളയോട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ ഒരു ഉച്ച സമയത്ത് എന്നെ സ്കൂൾ ടീച്ചർ വിളിക്കുകയും പിന്നെ ലിബിൻ്റെ കാര്യം അന്വേഷിക്കാമെന്ന് ചോദിച്ചു. ലിബിൻ്റെ കാര്യം എന്ന് അന്വേഷിക്കുന്നു. ലിബിൻ കഴിഞ്ഞ ദിവസം രാത്രി എന്തെങ്കിലും പറഞ്ഞാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ന് വിളിക്കുന്നോളെ ലിബിൻ വിളിക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വേറെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഈ ചിന്തിച്ച് പിന്നെ ഒന്ന് പറഞ്ഞു, ടീച്ചറെ അങ്ങനെയൊന്നും പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെ പിന്നെ കോളേജിൽ കഴിഞ്ഞ വർഷം സംഭവം നടന്നു. സംഭവം എന്നാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 5 പിള്ളേരും കൂടി ഇവരെ 2-3 പിള്ളേരെ ദിവസം വന്ന് തല്ലുകയും പിന്നെ മറ്റ് ഭീഷണിയും പിന്നെ എല്ലാ മാസവും നമ്മൾ അയച്ചു കൊടുക്കുന്ന പൈസ, നമ്മൾ ഇഷ്ടത്തെ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കഷ്ടപ്പാട് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് ഇവന്മാർ എക്സ്ക്യൂസ് ചെയ്ത് ഈ പൈസ ഇവർ വഹിക്കുകയും പൈസ കൊടുത്തില്ലെങ്കിൽ ഇവരെ തല്ലുകയും കെട്ടിവെക്കുകയും ഭീഷണി ചെയ്തു. എന്നാൽ ഇത് കുറച്ച് നാളായിട്ട് ഇവർ വീട്ടിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ ഇവർ വീട്ടിൽ പറഞ്ഞാൽ നിങ്ങളെ മറ്റേ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ പ്രിൻസിപ്പാളോട് പറയുന്നത്, സ്കൂൾ ടീച്ചറിനോട് പറയും, രക്ഷകർത്താവോട് പറഞ്ഞ് ഭയങ്കര ഭീഷണിയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനെ, മുണ്ടക്കയത്തിൻ്റെ ചെറുക്കനെ, ആ വെളിയിലുള്ള ഓരോ ജില്ലക്കാരില്ലേ, അപ്പോൾ ആ ചെറുക്കനായിട്ട് മുറിവേറ്റ് അവന് സഹിക്കാൻ വന്നപ്പോഴത്തേക്ക് അവന് ഒച്ച വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ചെറുക്കൻ എല്ലാവരും കൂടി പറഞ്ഞു, ഇത് നമുക്ക് സഹിക്കാൻ വയ്യ, നമ്മൾ വീട്ടുകാരോട് പറഞ്ഞാലും ഇതാകില്ല, നമ്മൾ നേരിട്ട് പ്രിൻസിപ്പാളോട് പറയാം. അങ്ങനെ പ്രിൻസിപ്പാളോട് ഇന്നലെ രാവിലെ പറയും, ടീച്ചറിനോട് പറയും, ടീച്ചർ പ്രിൻസിപ്പാളോട് പറയും. പ്രിൻസിപ്പാൾ ഇങ്ങനെ കേസ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ടീച്ചറിനെ വിളിച്ചത്, ഞങ്ങൾ കേസ് എടുത്തിട്ടുണ്ട്, പിന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോലീസിലേക്ക് അറിയിച്ചിട്ടുണ്ട്, പോലീസ് കേസെടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ടീച്ചർ അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ഈ സംഭവം അറിഞ്ഞില്ലേ? അപ്പം പറഞ്ഞ് നിങ്ങളോട് കൂടി തന്നെ ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞില്ല, ഇന്നലെ അറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഇത്ര ഇതുള്ളപ്പോഴത്തേക്കും അവിടെ സെക്യൂരിറ്റി ഗാർഡ് വാച്ച്മാനുണ്ട്, പിന്നെ അവിടെ പ്രിൻസിപ്പാളുണ്ട്, പിന്നെ ടീച്ചറുണ്ട്. ഇവരൊന്നും അറിഞ്ഞില്ലേ? നമ്മളെ ഈ കേട്ടഞ്ചിലേക്ക് കിടക്കുന്ന ഇടുക്കി ജില്ലയിൽ നമ്മളെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഇത് ഇനി കേസ് ഇനി ഇതുപോലെ വരരുത്, ഇനി മറ്റുള്ള പിള്ളേർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകരുത്. പിന്നെ ഇത് ഇവർക്ക് ശിക്ഷ കിട്ടിയിൽ കേസ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ താല്പര്യം. തീർച്ചയായും അതാണ് വേണ്ടത്. കാരണം അങ്ങനെയെല്ലാം ഒരുപാട് നമ്മുടെ മക്കളെ ഒക്കെ തന്നെ ഉള്ള പൈസയ്ക്ക് നമുക്ക് പണം ഉണ്ടായിട്ടല്ല, അവർ ഉയർന്നു കാണണം, അവരെ രക്ഷപ്പെടുത്തണം, അവരൊരു ഗതി പിടിക്കണമെന്നാണ് എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് തല്ലും വാങ്ങി ആ തല്ല് സഹിച്ചുകൊണ്ട് കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ 5 ക്രിമിനലുകൾ ഇനി ലോകം കാണരുത്. അല്ലെങ്കിൽ നല്ലവരായിട്ടല്ലേ പുറത്തേക്ക് വരണം, പരമ നല്ലവരായിട്ട് അങ്ങനെ രീതിയിൽ വന്നെങ്കിൽ മാത്രമേ സമൂഹത്തിനൊരു സന്ദേശമാവുകയുള്ളൂ. ശ്രീ ലക്ഷ്മണ പെരുമാൾ, ഒരു കാര്യം കൂടി, ഈ അങ്ങേയറ്റത്തെ ക്രൂരത എന്ന് പറയുമ്പോൾ ഈ ഹോസ്റ്റൽ മുറിയിൽ ഒരു വാർഡൻ ഉണ്ടാവില്ലേ? അവിടെ ഈ വാർഡന് കാര്യങ്ങൾ അറിയുമായില്ലേ? വാർഡൻ്റെ ശ്രദ്ധയിലൊന്നും ഇത് പെട്ടില്ലേ? വാർഡൻ സാധാരണഗതിയിൽ അറിയാമല്ലോ, ഈ ഹോസ്റ്റലിൽ വെച്ച് പീഡനമൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടെങ്കിലും അറിയേണ്ടതല്ലേ? അങ്ങനെ ഒന്നും ഉണ്ടായില്ലേ? അടുത്ത് അവിടെ ഞാനും ഇതാ ചോദിക്കുന്നത്, തൊട്ടടുത്ത് വാർഡനുണ്ട്, അതിൻ്റെ അപ്പുറത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട്. ഇവർ അറിയാതെ ഒരു ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ചെറുക്കൻ്റെ റൂമിലോട്ട് ഈ തേർഡ് ഇയർ പിള്ളേർ അല്ലെ പിന്നെ സീനിയർ പിള്ളേർ എങ്ങനെ കയറി വന്നു? എൻ്റെ ചോദ്യം അതാണ്. ഒരു ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പിള്ളേർ റൂമിലേക്ക് സീനിയർ പിള്ളേർക്ക് വേറെയാണല്ലോ, അവർ എങ്ങനെ കയറി വന്നു? അപ്പോൾ ഇത് അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, അവിടെ വാർഡനുണ്ട്, അപ്പോൾ ഇവരെല്ലാം എവിടെ പോയി? ഇപ്പോൾ എൻ്റെ ചോദ്യം അതേ ഉള്ളൂ.
ഞാൻ ഇതാ മാത്രമല്ല, ഈ ചോദിച്ചത്. കുഞ്ഞുങ്ങളുടെ പുറത്തൊക്കെ മർദ്ദനമേറ്റ പാടൊക്കെ ഞാനിതാ ചോദിക്കുന്നത്. അവരെങ്ങനെ വിറ്റേന്ന് സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് അവർ എങ്ങനെ വന്നു, അവരുടെ അവസ്ഥ പരസ്പരമെങ്കിലും പറയുമല്ലോ. ആശയവിനിമയങ്ങൾ ഏറ്റവും ഉള്ള ഒരു കാലമാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലാണെങ്കിലും പഴയതുപോലെയല്ല. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് അപ്പോൾ ഒരു ക്യാമ്പസിൽ പരസ്പരം എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അപ്പൊ അവിടുത്തെ അധ്യാപകരെങ്കിലും അറിയാമായിരുന്നിരിക്കും. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കോളേജിൽ പറയാൻ പാടില്ല. അതെ, ഇവർ കോളേജിൽ പറയാൻ പാടില്ല. ഇവർ ലൈഫ് നോക്കുന്നു. നമ്മളിതിന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊല്ലും, ടീച്ചറിനോട് പറഞ്ഞാൽ കൊല്ലും, അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യും. വീട്ടിൽ കഷ്ടപ്പാട് അറിഞ്ഞ് അവർ പഠിക്കുന്നു. പിന്നെ സഖി കെട്ട് അല്ലെ പിന്നെ ശരീരം പിന്നെ വേദന കൊണ്ട് സഖി കെട്ട് അവർ വെളി പറഞ്ഞു. അതായത് കാരണം എന്ന് പറഞ്ഞാൽ പിള്ളേർ കഷ്ടപ്പാടറിയാം. നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാട് ചെല്ലുകാർക്ക് അറിയാം. ഞങ്ങൾ ഇഷ്ടത്തെ മേഖലയിൽ ഒരറ്റത്ത് കിടക്കുന്നത്. നമ്മൾ എന്ത് ജോലി ചെയ്താലും ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന പറഞ്ഞാൽ വലിയ പാടുപെട്ട നമ്മൾ അറിയാമായിരുന്ന വസ്തുതയാണ് ഇതൊക്കെയെന്നാണോ പിതാവെന്ന നിലയിൽ ലക്ഷ്മണനും സംശയിക്കുന്നത്? ഇല്ല, ഇത് വാർഡൻ അറിയുന്നുണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം. ഞാൻ കിടക്കുന്നത് ഇടിക്കച്ചില്ലേ, നമ്മൾ ഈ സംഭവം അറിയുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ, ഇത് ഇങ്ങനെ എങ്ങനെ വന്നു, അതേ എൻ്റെ ചോദ്യമുള്ളൂ. അവിടെ വാർഡനുണ്ട്, സെക്യൂരിറ്റി ഗാർഡുണ്ട്, ഓക്കെ. പക്ഷേ ഇവരറിയാതെ എങ്ങനെ ആ പിള്ളേർ വന്നു? ഈ കോളേജിലെ അധികൃതരെ സംബന്ധിച്ച് പരാതിയൊന്നുമില്ല. അവര് അറിഞ്ഞ ഉടൻ അവര് നടപടി എടുത്തു. അതേ അഭിപ്രായമാണോ അങ്ങേക്കുള്ളത്? എടുത്തു. അവര് എടുത്തേക്കും, ഓക്കെ. അവരോട് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ഈ പിള്ളേർ പറഞ്ഞ ഉടനെ ആക്ഷൻ എടുത്തു. ആക്ഷൻ എടുത്തെന്ന് പറഞ്ഞാൽ ഇവർ ഉടനെ വന്ന് പിന്നെ പ്രിൻസിപ്പാൾ പറയും, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പാളിനെ പറഞ്ഞു. പ്രിൻസിപ്പാൾ അപ്പം തന്നെ വിളിച്ചു, അപ്പം തന്നെ പിന്നെ പോലീസിന് പരാതി കൊടുക്കുകയും അപ്പം തന്നെ ഇവിടെ സസ്പെൻഡ് ചെയ്ത് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് പോലീസ് കേസെടുക്കട്ടെ, കേസ് പിന്നെ നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളും ടീച്ചറും നമ്മളോട് പറഞ്ഞതാണ്. അതായത് ശ്രീ ലക്ഷ്മണൻ, നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, മറ്റേതെങ്കിലും ഡോസ് വല്ല അടിക്കുന്നുണ്ടോ ഇവന്മാരെന്ന് സംശയിക്കേണ്ടി വരികയാണ്. കാരണം നമുക്ക് സാധാരണ നിലയിൽ സാമാന്യ യുക്തിയിൽ അല്ലെങ്കിൽ തലച്ചോറുള്ളവർക്ക് ആർക്കും ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ വരയുക, ആ വരയുന്നിടത്ത് നിന്ന് മുറിവുകൾ വരുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക, അവിടെ ലോഷൻ ഒഴിച്ച ശേഷം അത് നിലവിളിക്കുമ്പോൾ വായിലേക്ക് നിർബന്ധിച്ച് മദ്യം ഒഴിക്കുക, ഫേസ് ക്രീം ഒഴിക്കുക, ഇതൊക്കെ കേട്ടുകേഴ്വില്ലാത്ത കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല സ്വബോധത്തോടു കൂടി. അപ്പോൾ എന്ത് അവസ്ഥയിലായിരിക്കണം ഇവർ? ഇപ്പൊ പിള്ളേര് ഫൈനൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ അറിയുന്നത്. ഇപ്പൊ ഈ സംഭവം നമ്മളെ ക്ലാസ് ടീച്ചർ അറിയുന്നത്, പിള്ളേർ പറഞ്ഞിട്ടില്ല. പിള്ളേർ എന്നാ പറയാത്ത കാരണം ഇവര് പേടി, ഭീഷണി, നിങ്ങളെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ തല്ലുമെന്ന് പറഞ്ഞ് എനിത്തിങ് എല്ലാ ദിവസവും രാത്രി വിളിക്കുന്നുണ്ട് ചെറുക്കൻ, അമ്മേ പിന്നെ എങ്ങനെയുണ്ട്, കഞ്ഞി കുടിച്ചോ, എടാ പഠിച്ചു പിന്നെ കുഴപ്പമില്ലെന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് പറയുന്നു പറഞ്ഞാൽ ഇവരതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൊന്നുകളയും, വെട്ടിക്കളയും, കുത്തിക്കളയും എന്ന് പറഞ്ഞാൽ പിള്ളേർ പേടിയല്ലേ. എന്നാൽ ഫസ്റ്റ് ഇയറാ ആകപ്പാടെ 3-4 മാസമേ ഉള്ളൂ. ഇവർക്ക് പേടിയായിപ്പോയി, ഇനി കിടക്കുന്നേ ഉള്ളൂ കൊല്ലങ്ങൾ. അതുകൊണ്ടാണ് ഇവർ പഠിക്കാതെ. അവർക്ക് ഇനി 1 കൊല്ലം കഴിഞ്ഞ് അവർ സെക്യൂരിറ്റി പോവുകയും ചെയ്യാം. അപ്പോൾ ഈ വീട്ടിൽ പിന്നെ ഒന്നിൽ അവരെ സസ്പെൻഡ് ചെയ്യുന്നതല്ല, അവർക്ക് ന്യായമായ ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇത് കേസ് മുന്നോട്ട് പോകാൻ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജാസ്മിൻ ഷാ, അങ്ങ് ഈ നഴ്സസ് സംഘടനയുടെ പ്രതിനിധിയാണല്ലോ. ഒരു നഴ്സിനെയൊക്കെ നമ്മൾ സമൂഹം കാണുന്നത് എന്താണ്? നമുക്ക് മുറിവിൽ മരുന്ന് വെച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്ന, ഹൃദയത്തിലേക്ക് സാന്ത്വനം നൽകുന്ന ആളുകളാണ്. അതിനുവേണ്ടിയാണ് പഠിക്കാൻ വേണ്ടി എല്ലാവരും മക്കളെ വിടുന്നത്. അപ്പോൾ പലരുടെയും സ്വപ്നമാണ് ഒരു നഴ്സാവുക എന്ന് പറയുമ്പോൾ. ആ മേഖലയിൽ നിന്നാണ് ഒരു കൊടിയ പീഡനത്തിൻ്റെ കഥ കേൾക്കുന്നത്. അതിൽ ക്രൂരതയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അക്കമിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. പറയാൻ കഴിയില്ല, അത്രമേൽ ക്രൂരതയായിരുന്നു. എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ വാർത്തകളിൽ വരുന്നതും അച്ഛൻ പറയുന്നതുമായ കാര്യങ്ങളെല്ലാം അതിക്രൂരമായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ നഴ്സിംഗ് കോളേജ്, ഇപ്പൊ നമ്മളൊക്കെ നഴ്സിംഗ് കോളേജുകളിൽ പഠിച്ച് 4 വർഷം പഠനം കഴിഞ്ഞ് വന്നവരും അവിടെകളിലൊന്നും ഇത്തരത്തിൽ കോമ്പസ് കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ ദേഹോപദ്രം ഏൽപ്പിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും അതിനൊന്നും സമയം തന്നെ കിട്ടാത്ത ഒരു മേഖലയാണ് നഴ്സിംഗ് മേഖല. യഥാർത്ഥത്തിൽ നഴ്സിംഗ് മേഖലയെ പറ്റി അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ തന്നെ വളരെ അധികം പഠിക്കേണ്ടതുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഒരു നഴ്സായി വരുമ്പോൾ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അത് ഈ പറയുന്ന ഈ റാഗിങ് മാത്രമല്ല, ഇന്റേണൽ അസസ്മെന്റ് പേരിലായാലും അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു അനീതിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അത് അടിച്ചൊതുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നഴ്സിംഗ് കോളേജുകളെല്ലാം നിലനിൽക്കുന്നത്. ചില അഭ്യൂഹങ്ങൾ വരുന്നത് ഇതിൽ പ്രതികളിൽ ഒരാൾ ഈ സ്റ്റുഡൻസ് നഴ്സിംഗ് അസോസിയേഷൻ്റെ നേഴ്സസ് അസോസിയേഷൻ, നിങ്ങളുടെ സംഘടനയിലെ പ്രതിനിധികൾ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ എന്നുള്ള അഭ്യൂഹങ്ങളും, അങ്ങനെ അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിവരം ജാസ്മിനുണ്ടോ? അല്ല, ഈ സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്നത് തന്നെ
യഥാർത്ഥത്തിൽ ഇതിനെതിരെ UN ഒരു പരാതി കഴിഞ്ഞ തവണ ഈ പറയുന്ന പരീക്ഷ മീൻസ് ട്യൂഷൻ ഫീസ് കൺട്രോൾ ചെയ്യുന്ന റെഗുലേഷൻ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അധ്യാപകർ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ യഥാർത്ഥത്തിൽ അവിടെ മറ്റു സംഘടനാ പ്രവർത്തനങ്ങൾ പരിപൂർണമായും തടയുകയും മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പാൾ ആഗ്രഹിക്കുന്ന ഒരു സംഘടന അവരുണ്ടാക്കുകയും അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ തലപ്പത്ത് വെക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ SNA എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ വെള്ളപൂശിപ്പ് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഒരു കോളേജിൽ അതിക്രൂരമായ റാഗിങ് നടക്കുന്നു. അതും ഈ കോമ്പസ് വരയ്ക്കുക, ഇത്രയും കാര്യം അവിടെ വാർഡൻ കണ്ടില്ല, സെക്യൂരിറ്റി കണ്ടില്ല, ഇവിടെ മറ്റുള്ള അധ്യാപകർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് അറിയാൻ സാധിച്ചു. ഇതൊക്കെ പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നില്ല. കാരണം ഇവരെന്നും ആശുപത്രിയിൽ പോകുന്നവരാണ്, വാർഡിൽ പോകുന്നതാണ്, അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്. അപ്പൊ കോളേജിൽ വരുമ്പോൾ അറിയാവുന്നതാണ്. മാത്രമല്ല ഹോസ്റ്റലിൽ ഈ കുട്ടികൾ മാത്രമാവില്ല, ഇവർക്ക് സീനിയർ, ഇപ്പൊ ഇത് 3rd ഇയേഴ്സ് ആണെന്ന് പറഞ്ഞത്, 4th ഇയേഴ്സ് ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ജൂനിയേഴ്സ് ഉണ്ടാകും. ഇപ്പോ ഇവരെല്ലാം ഇത് കാണുകയും കണ്ടുകയും അറിഞ്ഞിട്ട് ഒരു അധ്യാപകർ പോലും അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ അറിഞ്ഞില്ല എന്നൊക്കെ മണ്ടന്മാരാണ്. അതായത് താലിബാനിൽ പോലും നടപ്പാക്കാത്ത രീതിയിലുള്ള മർദ്ദന മുറകളൊക്കെ തന്നെ നടപ്പാക്കിയ സമയത്തും ഈ പലരും കാഴ്ചക്കാരായ വിദ്യാർത്ഥികളൊക്കെ നിന്നു, പലരും മടിച്ചു, പുറത്തേക്ക് പറയാൻ മടിച്ചു. നമ്മൾ അതൊക്കെ പാഠമാകുമല്ലോ, ഇനി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ തന്നെ അവർ പോലും ശബ്ദിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭീഷണി മുഴക്കുന്ന അത്രയും ഒരു അധികാരശേഷിയായി ഇവരൊക്കെ ഈ കോളേജിൽ എങ്ങനെ പഠിക്കുന്നു? അതും തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ. ജാസ്മിൻ ഷായിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അലോഷ്യസ് സേവ്യർ, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ ക്യാമ്പസുകളിലും എന്താണ് ഈ റാഗിങ്ങിനെതിരെ ശബ്ദിക്കുകയും ഈ റാഗിങ് അങ്ങ് മൂർത്തമായ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്തൊക്കെ എത്ര ആളുകളെ കൊലയ്ക്ക് കൊടുത്ത് എത്ര വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു, മരിച്ചവർ എത്ര. ആ സമയത്താണ് നമുക്കൊരു പരുവപ്പെട്ട നിയമം തന്നെ നാട്ടിലുണ്ടാകുന്നതും ആൻറ്റി റാഗിങ് സെൽ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കോളേജുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെയൊക്കെ തന്നെ നോക്കുകുത്തിയാക്കി പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ സംഘത്തിന് വളരാൻ എങ്ങനെ കഴിഞ്ഞു? അവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ശ്രീ അലോഷ്യസ്? മൈക്ക് ഒന്ന് ഓണാക്കണേ അലോഷ്യസ്, മൈക്ക് മ്യൂട്ടാണ്, മൈക്ക് ഓണാക്കണേ. ശ്രീ പ്രജീഷ്, വളരെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാം, അധികം നാളായിട്ടില്ല സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സാഹചര്യമെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം നമ്മളെല്ലാവരും വിചാരിച്ചു ഒരുപക്ഷെ റാഗിങ് ഒരു അറുതി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുവെന്ന്. ഇന്ന് കോട്ടയം ഗവൺമെന്റ് നഴ്സസ് കോളേജിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം അതീവ ഗൗരവത്തോടുകൂടി നമുക്ക് കാണേണ്ടതാണ്. അതും നഴ്സിംഗ് മേഖലയിലെ വിദ്യാർത്ഥികൾ, ആതുര സേവന രംഗത്ത് നാളുകളിൽ വളർന്നു വരേണ്ടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്നതിനെ പറ്റി ഇതിന്റെ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. പ്രാഥമികമായി ഈ വിഷയമായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, വിദ്യാർത്ഥികൾ വലിയ രീതിയിലേക്ക് ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ആഴ്ചയും ആഴ്ചപ്പടി ഇവര് വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്നു. ഇവർക്ക് മദ്യപിക്കുന്നതിനും മറ്റ് ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഒരുപക്ഷെ ഈ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥിയുടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അവിടുത്തെ വാർഡൻ ഉൾപ്പെടെയുള്ള ഇതിൽ കണ്ണടച്ചോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിപ്പെടുന്നു. കാരണം മിക്കയിടങ്ങളിലും റാഗിങ് അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ എത്തുന്നത് അതിന്റെ ആദ്യഘട്ടങ്ങളിൽ അവിടെയുള്ള വാർഡന്മാര് അല്ലെങ്കിൽ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ വളരെ ലാഘവത്തോടു കൂടി നോക്കി കാണുന്നത് തന്നെയാണ്. സിദ്ധാർത്ഥന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും സംഭവിച്ച പ്രശ്നം അത് തന്നെയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ മദ്യമോ അല്ലെ മറ്റൊന്നും അല്ല, മയക്കുമരുന്ന് ഉൾപ്പെടെ ലഹരികൾ എത്തുന്നുണ്ടോ എന്ന സംശയം. കാരണം വല്ലാത്തൊരു മനോനിലയിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയുള്ള പരിശോധന വേണം. ഇവിടേക്ക് ഇങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എങ്ങനെ ഇവരൊക്കെ കണ്ണികളാകുന്നു? മാത്രമല്ല 5 പേരാണ്, 5 പേര് ഇവർ കോളേജുകളിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വരുന്നത് തന്നെ സ്വബോധത്തോടു കൂടിയാണോ? അപ്പോൾ മോണിറ്ററിംഗ് സംവിധാനമൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഈ കോളേജോ അധികൃതരോ ഒക്കെ പറയുന്നത് നമുക്കും വിശ്വസിക്കാൻ എടുക്കാത്തതുപോലെ തോന്നും. ചില കാര്യങ്ങളിൽ പിശകുണ്ട് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രജീഷ്, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. കാരണം വലിയ അലംഭാവം ഇതിന്റെ മോണിറ്ററി മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലേക്കുള്ള അലംഭാവം ഉണ്ടാകുന്നുണ്ട്. കാരണം ആന്റി റാഗിംഗ് സെല്ലുകൾ ഉണ്ടാകുന്നു, പക്ഷേ എന്നാൽ അവിടെ വിദ്യാർത്ഥികൾക്ക് പരാതിപ്പെടാനോ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരാതിപ്പെടാനുള്ള ഒരു ധൈര്യം അവർക്ക് ലഭിക്കുന്നില്ല. ഇത് 1ാം വർഷ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വരുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള
അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്ത് റാഗിങ്ങും മറ്റെന്തെങ്കിലും ഉണ്ടായെങ്കിൽ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അത് അധ്യാപകരുടെ അടുത്ത് അല്ലെങ്കിൽ ആന്റി റാഗിംഗ് സെല്ലിൽ അത് ബന്ധപ്പെടുന്ന എന്ന തരത്തിലേക്കുള്ള ഒരു മോറൽ സപ്പോർട്ട് ഈ വിദ്യാർത്ഥികൾക്കൊന്നും ലഭിക്കുന്നില്ല. അതൊരു മുഖ്യമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. രണ്ട്, നമ്മൾ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം നിയമസഭയിലെല്ലാം വളരെ ഗൗരവമായി ചർച്ച ചെയ്തൊരു വിഷയമാണ്. വലിയ രീതിയിലേക്കുള്ള ലഹരിയുടെ ഉപയോഗം കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. ലഹരിയുടെ വലിയ റാക്കറ്റുകൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ പലരും ഡ്രഗ് പെഡലേഴ്സ് ഉൾപ്പെടെ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വീഴ്ച സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ ലഹരി വസ്തുക്കളുടെ അത് നമ്മളൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലേക്കുള്ള ന്യൂ ജനറേഷൻ ലഹരികളുടെ എല്ലാം ഉപയോഗം വർദ്ധിച്ചു വരുമ്പോൾ സർക്കാർ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന കാർന്നു തിന്നുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങളെ പറ്റി ജാഗരൂകരായി അതിനെ ക്യാമ്പസുകളിൽ നിന്നും കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിൽ നിന്നും അതിനെ നീക്കം ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം സർക്കാരിന്റെ അതാണ് വേണ്ടത്. കാരണം നമുക്ക് സില്ലിയെ കാണാൻ കഴിയില്ല. ശ്രീ അലോഷ്യസ് സേവ്യർ, അവിടെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിതാവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്ന ശ്രീ ലക്ഷ്മണ പെരുമാൾ, നമ്മളിപ്പോൾ കാണിച്ച ദൃശ്യങ്ങൾ, അത് മാതൃഭൂമി ന്യൂസ് മാത്രമാണത് പുറത്തേക്ക് വിട്ടത്. ആദ്യമായി പുറത്തേക്ക് വിട്ട ദൃശ്യങ്ങൾ ആ ഹോസ്റ്റൽ മുറിയിലെ ദൃശ്യങ്ങളായിരുന്നു. അവിടെയാണ് ഈ പറയുന്ന ഡമ്പൽ എന്താണ്, നമ്മളൊരു വ്യായാമ മുറയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അത് ഒരു ജനനേന്ദ്രിയത്തിൽ കെട്ടിയിടുക എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ ഒരു ഭീകരതയാണ്, അങ്ങേയറ്റത്തെ. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ആ മുറി കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? മറ്റൊരു സിദ്ധാർത്ഥനായി മാറുമായിരുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ. ഭാഗ്യം കൊണ്ടും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആളുകളുടെ, താങ്കളടക്കമുള്ള ആളുകളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? ശ്രീ ലക്ഷ്മണൻ, താങ്കളോടാണ് ചോദ്യം. ഇപ്പം എനിക്ക് പറയാൻ ഉള്ളത് എന്നു പറഞ്ഞാൽ, ഇനിയൊരു ഭാവിയിൽ, ഇനിയൊരു തലമുറയിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ, ഇത് പാടില്ലെന്ന് പറഞ്ഞാൽ അത് ശക്തമായി നടപടിയെടുക്കുക. പിന്നെ ഇതിൽ എന്നു പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് ഇവർക്ക് നല്ല ഇത് ശിക്ഷ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഇനിയൊരു തലമുറയിൽ ഒരു ഹോസ്റ്റലോ അല്ലെ മെഡിക്കൽ കോളേജ് എന്തായിക്കട്ടെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ശക്തമായിട്ട് ഓർഡറായിട്ട് സെക്യൂരിറ്റി ആയാലും വാച്ച്മാനായാലും വാർഡനായും അവർക്ക് ശക്തമായിട്ട് ഓർഡർ കൊടുക്കുക, ടൈം കൊടുക്കുക. ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം, സീനിയാരിറ്റിയാണ് സീനിയർ ജൂനിയറാണ് അവർക്കുള്ള ഇത് കൊടുത്തിട്ട് അവരെ കറക്റ്റായിട്ട് നിർത്തുകയാണെങ്കിൽ പിന്നെ കണ്ടിന്യൂ പോവും, ശല്യമില്ലാതെ പോവും, പ്രശ്നമില്ലാതെ പോവും. അല്ലെ പിന്നെ ഓപ്പൺ ഇതുപോലെ നടക്കുകയാണെങ്കിൽ വെളിയിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും മയക്കുമരുന്ന് കൊണ്ടുവന്നാലും വാർഡൻ അറിയുന്നില്ല, സെക്യൂരിറ്റി അറിയുന്നില്ല. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഒരു ടൈം ഇല്ലാതായി പോവും. അപ്പം ഞാൻ എൻ്റെ ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇതിൽ അനുഭവം കൊണ്ട് പറയുന്നത്, വാർഡനും അതിൻ്റെ സെക്യൂരിറ്റി കാർഡുണ്ട്, വാച്ച്മാൻ, അവർ ശക്തമായിട്ട് അവരുടെ ഇത് നോക്കുക. പിള്ളേരെ പക്ക രാത്രിയായാലും പകലായാലും അവരെ ഇത് ചെയ്യുക. ലക്ഷ്മണ, അതായത് നമുക്ക് ഇവരുടെ പ്രായം നോക്കുക, 19 മുതൽ 22 വയസ്സ് വരെയുള്ള കുട്ടികൾ. അതിൽ 19 വയസ്സുകാരനുണ്ട്, 20 വയസ്സുകാരനുണ്ട്, 21 വയസ്സുകാരനുണ്ട്, 22 വയസ്സുകാരനുണ്ട്. അതെ, 22, 23 വയസ്സ് വരെയുണ്ട്. അടുത്ത കൊല്ലം തീർന്നു പോകുന്നവരുണ്ട്. അടുത്ത കൊല്ലം കൊണ്ട് ഇവരെ ഇത് തീരുവാണ്. തീരുവാണ്. അപ്പം ഇത് കാരണം എന്താണ്? ഇത് കാരണം സെക്യൂരിറ്റിയുടെ ബലം കുറവാണോ, അതോ വാർഡൻ്റെ ഇത് കാഴ്ചപ്പാട് കുറവാണോ, സെക്യൂരിറ്റിയുടെ കാഴ്ചപ്പാട് കുറവാണോ, അതോ ഈ പിള്ളേർ എപ്പോഴും ഇത് തന്നെയാണോ സംതിങ് റോങ് ആയിട്ട് നടക്കുന്നത്? അത് അന്വേഷിക്കേണ്ടത് പിന്നെ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാളിൻ്റെ ചുമതലയല്ല, അത് ക്ലാസ് ടീച്ചറിൻ്റെ ചുമതലയല്ല. അവിടെ ഇരിക്കുന്ന വാച്ച്മാൻ പക്ക അവരുടെ ഡ്യൂട്ടിയാണ് ഇത്. ഒരാൾ വെളിയിൽ പിറങ്ങി അതിനാണ് നമ്മൾ വാച്ച്മാൻ ഇരിക്കുന്നത്. അപ്പോൾ വാച്ച്മാൻ തൊട്ടടുത്ത മുറിയിലുണ്ട്, പുള്ളിയിൽ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് എന്നാ കാരണം നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഞങ്ങൾ കിടക്കുന്ന പീരിമേട്ടിൽ നമുക്ക് ഒരാൾ എന്തെങ്കിലും പറ്റിപ്പോയാലും അസുഖമായി പനി പിടിച്ചു എന്തെങ്കിലും നമ്മൾ ഇത്ര കിലോമീറ്റർ 85-90 കിലോമീറ്റർ കിടക്കുന്ന അവർ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അത് മാത്രമല്ല, ഇത് 3 മാസമായിട്ടും ആ സീനിയർ പിള്ളേർ അവരെ അടിക്കുകയും ഭീഷണി ചെയ്യും. ഇത് ക്ലാസ് ടീച്ചർ അറിഞ്ഞിട്ടില്ല, പ്രിൻസിപ്പാൾ അറിഞ്ഞിട്ടില്ല, തൊട്ടടുത്ത് കിടക്കുന്ന സെക്യൂരിറ്റി വാച്ച്മാൻ അറിഞ്ഞിട്ടില്ല, വാർഡൻ ദിവസം 24 hours ഭക്ഷണം കൊടുക്കുന്ന വാർഡൻ അറിഞ്ഞിട്ടില്ല. അവർ അറിയാത്ത വിഷയം നമ്മളെങ്ങനെ അറിയും? എൻ്റെ ചോദ്യം അതേ. അവരറിയാത്ത വിഷയം നമ്മൾ 3 മാസത്തിനിടയ്ക്ക് ഇന്നലെ അറിയുന്നത്. ഇന്നലെ ആ ചെറുക്കൻ പറയുന്നത്, പപ്പ എനിക്ക് അറിയത്തില്ല, പക്ഷേ പിന്നെ ചോദിച്ചാൽ ഇത് അവർ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം നമ്മളിതിന് എന്നാ പറയാൻ പറ്റും? അത് അവരല്ലേ ഇത് ആക്ഷൻ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ എനിക്കിത് പറയാനുള്ളത്, ഇത് കേസ് മുന്നോട്ട് പോട്ടെ, ആകെ എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അതെ, നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ രക്ഷകർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഒരുപാട് ക്യാമ്പസുകളിൽ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ മുന്നോട്ട് പോട്ടെ.
ഏറ്റുവാങ്ങി കഴിയുന്ന 4 ചുവരുകളിൽ ഒന്നും പുറത്തു ഇത് പറയാനാകുന്ന കണ്ടിന്യൂ അഗാധ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റും കൂടെ ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇത് ഇനി അത് പാഠമായിട്ട് നടക്കുകയാണെങ്കിൽ ഇത് കണ്ട് മറ്റുള്ളവർ പഠിക്കട്ടെ. തീർച്ചയായും എല്ലാവർക്കും അങ്ങേപ്പോലെയുള്ള രക്ഷിതാക്കളാണ്. കാരണം അല്ലെങ്കിൽ അവിടെ ആ കുഞ്ഞുങ്ങൾ വീണു പോകുമായിരുന്നു. കൊച്ചിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ, ഇന്റർനാഷണൽ സ്കൂളിൽ നമുക്കറിയാമല്ലോ, ആ ഒരു കുട്ടി ജീവനൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നിയമത്തിന് മുന്നിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ജാസ്മിൻ ഷാ BNS വകുപ്പിട്ടാണ് ഇപ്പോൾ കേസുകൾ എടുത്തിരിക്കുന്നത്. റാഗിങ് നിയമവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയുണ്ട്. അതിനപ്പുറത്തേക്ക് ജാസ്മിൻ ഷയിലേക്ക് പിന്നീട് അദ്ദേഹം ടെലിഫോൺ കട്ടായി. ശ്രീ അലോഷ്യസ് സേവ്യർ, നിയമങ്ങൾ എത്രത്തോളം കർക്കശമാക്കേണ്ടതുണ്ട്. ആൻറ്റി റാഗിങ് സെല്ലുണ്ട്, റാഗിങ് പരമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ക്രൂരതയുടെ ആക്കം കൂടുകയാണ്. ലഹരി യുവം പല കണക്ട് ചെയ്തുകൊണ്ട് FIR ഒരുപാട് ഈ കേസിൽ എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നിയമം ബലപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് എങ്ങനെ പോകണം? അവസാനമായി മ്യൂട്ട് മാറ്റി സംസാരിക്കണം. അലോഷ്യസ് മ്യൂട്ട് മാറ്റി സംസാരിക്കും. തീർച്ചയായിട്ടും ഈ വിഷയം വളരെ ഗൗരവത്തോട് കണ്ട് അതിന്റെ നിയമത്തിന്റെ ഉപയോഗപ്പെടുത്തി നിയമം നിഷ്കർഷിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ യാതൊരു രീതിയിലേക്കുള്ള ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളോ മറ്റും ഉണ്ടാവാതെ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു അനുഭവമാണ്. ഇനിയും ഇത്തരത്തിൽ റാഗിങ്ങുകൾ കേരളത്തിലെ ക്യാമ്പസിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കർക്കശമായിട്ടുള്ള നിയമ സംവിധാനങ്ങളെ എല്ലാം ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സിദ്ധാർത്ഥൻ സംഭവിച്ച ഒരു സാഹചര്യം ഇതിൽ ഉണ്ടാവാതിരുന്ന ഇതിലേക്ക് അത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. വളരെ നിയമ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം. ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നു, ഈ നമ്മൾ ഈ 2 റാഗിങ്ങിന്റെ ഇൻസിഡന്റുകൾ എടുക്കുമ്പോഴും ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ അതിനൊരു മോണിറ്ററിംഗ് സംവിധാനമില്ല. അല്ല എങ്കിൽ ഇത് എന്ത് ചെയ്താലും ഇപ്പൊ വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഇടപെടലുകൾ നടത്തിയില്ല, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ പോലും അത് മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഈ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഈ അധ്യാപകരായിട്ടുള്ള അല്ലെങ്കിൽ വാർഡൻ ഉൾപ്പെടെയുള്ള അധികാരികളായിട്ടുള്ള ആളുകൾ കൂടി ഇതിൽ കൾപ്രിറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നന്ദി. അങ്ങനെ കേട്ടാൽ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള മർദ്ദന മുറകൾ അഴിച്ചുവിട്ട ഒരു ക്യാമ്പസിൽ നിന്നുള്ള വിവരങ്ങളാണ്. അതിനാണ് 5 പേർ പ്രതികളായിരിക്കുന്നത്. അവർ വിദ്യാർത്ഥികളല്ല, അങ്ങേയറ്റത്തെ ക്രൂരന്മാരാണ്. വളരെയധികം നന്ദി അലോഷ്യസ് സേവ്യർ, ഒപ്പം തന്നെ ജാസ്മിൻ ഷാ. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് ലക്ഷ്മണ പെരുമാളും തത്സമയം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.